friends, welcome back to my channel, your online teacher. So, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് 15 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അത് മാത്രം പഠിച്ചാൽ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് 40-ൽ 35 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് നേടാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഒത്തിരി പേര് ചോദിച്ചു മാക്രോ എക്കണോമിക്സിനെ കൂടി ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻസ് ആണ്. കാരണം മാക്രോ എക്കണോമിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്രോ എക്കണോമിക്സിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് അധികം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോയാൽ വൺ വേർഡിൻ്റെ മാർക്ക് മാറ്റി കഴിഞ്ഞാൽ വൺ വേർഡിനും അത്യാവശ്യം സ്കോർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഏകദേശം ഒരു അറൗണ്ട് ഒരു 40-ൽ 35 മാർക്ക് ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. സോ 80-ൽ ഒരു 70 മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ 2 വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതേപോലെയുള്ള വീഡിയോസ് മിസ്സാകാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ മാക്രോ എക്കണോമിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 20 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫെബ്രുവരി 1-ാം തീയതി മെഗാ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് മെഗാ റിവിഷൻ ബാച്ച്? മെഗാ റിവിഷൻ ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 1 ഇയർ കൊണ്ട് പഠിക്കുന്ന മുഴുവൻ പോർഷൻസും നമ്മൾ ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരാണ്. അതിൽ പ്രോബ്ലവും തിയറിയും എല്ലാം നോക്കും. അപ്പോൾ ആ മെഗാ റിവിഷനിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരു സബ്ജക്റ്റിന് 299 രൂപയാണ് ഫീ വരുന്നത്. ഫെബ്രുവരി മുഴുവൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, റെക്കോർഡ് ക്ലാസ് കിട്ടും, സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, എല്ലാം ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് മാർച്ച് വരെ കാണാനും സാധിക്കും. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഫീസ് അടച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, +1 ആണോ +2 ആണോ എന്ന് അയക്കാം. പിന്നെ നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകുമല്ലോ. നിങ്ങളുടെ മാർച്ചിലെ എക്സാം ടൈം ടേബിൾ പ്രകാരം സ്റ്റാർട്ട് ചെയ്യുന്നത് 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഫെബ്രുവരി മൊത്തം ഇരുന്നൊന്ന് പഠിച്ച് ബാക്കി മാർച്ചിൽ ദിവസം ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഇനിയാണെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ വാട്സപ്പ് ചെയ്യാം. സോ മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ പബ്ലിക് ഗുഡ്? പബ്ലിക് ഗുഡ് എന്താണ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ പബ്ലിക് ഗുഡ് പഠിക്കുമ്പോൾ നമ്മൾ എന്തുകൂടി പഠിക്കണം? പ്രൈവറ്റ് ഗുഡ് എന്താണെന്ന് കൂടി പഠിക്കണം. മേ ബി ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ ആയിട്ടും ഒക്കെ ചോദിക്കാം. ഒരു കാര്യം തന്നെ പല രീതിയിൽ തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ദെൻ ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ഓഫ് മണി. മണിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മണിയുടെ ഒരു 5 ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ്ങിലാണ് പഠിക്കുന്നത്. അതിൻ്റെ ആൻസർ ഉണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തേതാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് നമ്മളോട് അത് ക്ലാസിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിലെ വരുന്ന ഐറ്റംസ് എന്താണ്, അങ്ങനെ പഠിക്കണം. ഇനി 4th ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ലിമിറ്റേഷൻസ് ഓഫ് GDP. ഒരു എക്കണോമിക് വെൽഫെയർ ആക്കി നമുക്ക് എടുക്കാൻ പറ്റാത്തതിന് കുറേ കാരണങ്ങളാണ്. 3 കാരണങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതും ഏതിലാണ്? സെക്കൻഡ് ചാപ്റ്ററിലെ മാക്രോയിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റിലെ പോർഷനാണ്. അത് പഠിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അതിൽ 3 രീതിയിലുണ്ട്. ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റം ഉണ്ട്, ഫ്ലെക്സിബിൾ ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ഉണ്ട്. ഈ 3 മെത്തേഡും പഠിക്കണം. വിത്ത് ഗ്രാഫ് നിങ്ങൾ പഠിക്കണം. ദെൻ ഒന്നെങ്കിൽ 1930s ഗ്രേറ്റ് ഡിപ്രഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ലിസ്റ്റ് ഓഫ് ദ 3 ഇൻ വിച്ച് ദ എക്കോണമി മേക്സ് എക്കണോമിക് റിലേഷൻഷിപ്പ് വിത്ത് അതർ എക്കോണമി. അതായത് ഓപ്പൺ എക്കോണമി ലിങ്കേജസ് ഉണ്ടല്ലോ, 3 ലിങ്കേജസ് വരുന്നില്ലേ? പ്രോഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ്, ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ്, ലേബർ മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലേ? ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞ 3 ലിങ്കേജസ് ഉണ്ട്. അതാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ദെൻ 8ാമത് ചോദിച്ചിരിക്കുന്നത് അഗ്രിഗേറ്റ്. എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ദ 2 സെക്ടർ എക്കോണമി ആൻഡ് ഡ്രോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. 2 സെക്ടർ എക്കോണമിയിൽ, അതായത് അവിടെ ഫേമും ഹൗസ് ഹോൾഡും മാത്രമുള്ള 2 സെക്ടർ എക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഒക്കെ പഠിക്കണം കേട്ടോ. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? AD = C bar + I bar + CY. അതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് വെച്ചിട്ട് ഇക്വിലിബ്രിയം ഇൻകം കാണാനൊക്കെ നിങ്ങൾ പഠിക്കണം. ദെൻ 9ാമത്തെ ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. 3 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം. 8 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തായാലും പഠിക്കണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് RBI. RBIയുടെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്നോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്നോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും, അത് പഠിക്കണം. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ഗവൺമെന്റ് ബഡ്ജറ്റിന് 3 ഒബ്ജക്റ്റീവ്സ് ഇല്ലേ? അലോക്കേറ്റീവ് ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ 12ാമത്തെ ചോദ്യം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ എക്കോണമി. ഒന്നെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളോട് ഇതേപോലെ നമുക്ക് പിക്ചർ തന്നിട്ട് അത് ഫില്ല് ചെയ്യാനോ വേണ്ടിയിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ദെൻ 13 നമ്മൾ പഠിക്കുന്നത് ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് മേ ബി ചോദിച്ചേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ബഡ്ജറ്റിനെ പറ്റിയിട്ട് ഒരു എസ്സേ ചോദിച്ചേക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് പഠിക്കണം. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. MPCയും MPSഉം എന്താണ്? അതുപോലെ തന്നെ MPC കണ്ടുപിടിക്കാനോ MPS കണ്ടുപിടിക്കാനോ ചോദിച്ചേക്കാം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. അതിൽ 4 മെഷേഴ്സ് ഉണ്ട്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ M1, M2, M3, M4 എല്ലാം പഠിക്കണം. ഇതിൽ നമ്മളോട് 2 ചോദിച്ചിട്ടുള്ളൂ. ഇനി സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് പഠിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ഡയറക്റ്റ് ആണ്. ദെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും കസ്റ്റംസ് ഡ്യൂട്ടിയും ഇൻഡയറക്റ്റ് ആണ്. പിന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്ന് നമ്മൾ NNP, GNP, NNP, FC അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നില്ലേ? അപ്പോൾ അതിൽ ഐറ്റംസ് തന്നിട്ട് അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, അത് പഠിക്കണം. 19ാമത് പറയാനുള്ളത് BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും അതിനെ പറ്റിയിട്ട് പഠിക്കാം, അതിന് ഡിഫറൻസ്. അതുപോലെ BOPയിൽ എന്തൊക്കെ വരുന്നു, BOTയിൽ എന്ത് വരുന്നു, അതൊക്കെ പഠിക്കണം. ദെൻ 20ാമതായിട്ട് ഫങ്ഷൻസ് ഓഫ് മണി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മണിക്ക് പകരമായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് പഠിക്കേണ്ടത് കേട്ടോ, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 അറൗണ്ട് ഒരു 35 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്